ഇസ്രായേൽ അമേരിക്കൻ പ്രതിബന്ധനങ്ങളൊക്കെ വളരെ കൃത്യമായി വെക്കാൻ പറ്റുന്ന പാകത്തിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അമേരിക്കയുടെ എല്ലാ ചുമടുകളും അല്ലെങ്കിൽ എല്ലാ ഭാരങ്ങളും വഹിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അത് അറബികളാണ്. അറബികളുടെ എല്ലാ സമ്പത്തും അവർക്ക് കൊടുക്കാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ലോകത്ത് വലിയൊരു ശക്തിയായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന സൗദി അറേബ്യ അതവരുടെ എല്ലാ സംഭവങ്ങളും തുറന്നു കൊടുക്കുന്നുണ്ട്. പാശ്ചാത്യർക്ക് വേണ്ടി, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നണി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യകരമായിട്ടുള്ള ലാഭങ്ങൾ കൊയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അറബികളാണെങ്കിൽ നമ്മളൊക്കെ മലയാള ഭാഷയിൽ പറയാറുണ്ട്, അവർക്കൊന്നിനും കഴിയില്ല. മറ്റെന്തോ ആരോ പറഞ്ഞു കൊടുത്ത് അത് സത്യമാണെന്നും വസ്തുതയാണെന്നും ഇപ്പോഴത്തെ അറബികളെക്കുറിച്ച് സംസാരിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിൽ അവർ വീഴുകയും ചെയ്തു. നിയോം സിറ്റിയും അതിനി വരാനുള്ള ജിദ്ദ ടവർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആ പാർപ്പിട സമുച്ചയങ്ങളും ബിൽഡിംഗ് വലിയ മത്സരങ്ങളൊക്കെ നടത്തുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു തമാശയുണ്ട്. ഇത് പൊക്കം വന്നിട്ട് അവിടെ അവസാനത്തെ ആൾ കയറി എത്തുമ്പോഴേക്ക് ഇവിടെ എല്ലാം അടിയിൽ നിന്ന് അടിയോടെ വലിച്ചു കൊണ്ടുപോകാൻ ഈ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ തന്നെ മറ്റൊരു ഭാഗത്ത് എല്ലാ അർത്ഥത്തിലും സുരുക്കൂട്ടുന്നുണ്ട് എന്ന വസ്തുതയാണ്. സത്യം ഞാൻ പറഞ്ഞു വന്നത് ഈ അമേരിക്കയും ഇസ്രായേലും നല്ല ഒരു കൂട്ടുചേർച്ചയോടുകൂടെ മുന്നോട്ട് പോവുകയാണ്. അവർ രണ്ടുപേരുമാണ് അമേരിക്കയുടെ എല്ലാ ആശയങ്ങളും ഇസ്രായേലിൻ്റെ എല്ലാ ആശയങ്ങളും കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇവരെ തൊടാതെ ഈ അറേബ്യൻ രാജ്യങ്ങൾ വിഴുങ്ങുന്നത്. അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു വാർത്ത വന്നത്, ഞങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഈ രാജ്യത്തെ സമ്പുഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ധാതു സമ്പുഷ്ടം അല്ലെങ്കിൽ പ്രകൃതി സമ്പന്നമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇറാനായിട്ടുള്ള യുദ്ധം നടക്കുകയാണെങ്കിൽ പൂർണ്ണമായ ഇന്ധനങ്ങളൊക്കെ പുറത്തു കൊടുക്കാതെ ഞങ്ങൾക്ക് തന്നെ തരണമെന്ന് പറയുന്നുണ്ട്. എന്താകും എന്തോ. അറബികൾ അതിനും ചിലപ്പം മുന്നിട്ട് വരികയാണെങ്കിൽ ഇറാൻ്റെ കൂടെ നിൽക്കണോ അല്ല ഈ അമേരിക്കയുടെ കൂടെ നിൽക്കണോ അല്ല ആരുടെ കൂടെ നിൽക്കാതിരിക്കണോ എന്നൊക്കെ ചിന്തിക്കുന്നിടത്താണ്. അപ്പോൾ എണ്ണ സമ്പത്തൊക്കെ അടിച്ചു മാറ്റാൻ ഈ അല്ലെങ്കിൽ ഈ അറബ്യൻ സമൂഹത്തെ പ്രതിരോധത്തിലാക്കിയ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വാർത്തയായിട്ട് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ TRF എന്ന് പറയുന്ന അത് ലോക്കൽ വാർത്തയല്ല കേട്ടോ, അതിലെല്ലാം അപ്ഡേറ്റായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അവിടെ പോയി നിങ്ങളൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അറബികളോട് പറയുന്ന രംഗം, നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, അടുത്ത 2030 എല്ലാം ഭംഗിയായി നിർവഹിക്കാൻ ഞങ്ങൾ ഓക്കെയാണ്. പക്ഷേ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. നിങ്ങളുടെ സമ്പത്തുകളായിട്ടുള്ള എണ്ണ സമ്പത്ത്, വലിയ കറൻസികളൊന്നുമല്ല, എണ്ണ സമ്പത്ത് നമ്മൾ ഏറ്റെടുത്ത് നടത്തും കുറച്ച് കാലത്തേക്ക്. നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരികയും ചെയ്യും. കാരണം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളെയും കൂടി ശത്രുവായിട്ടുള്ള ഇറാൻ വലിയ പ്രശ്നക്കാരനാണ്. അവരെ നമ്മളൊന്ന് അടക്കി ഒതുക്കി ഒരു മൂലക്കിരുത്തേണ്ട അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ കൂടെ നിൽക്കണം. മിക്കവാറും നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അബ്രഹാം ഇടനാഴി എന്ന് പറയുന്ന ഒരു ഇടനാഴിക്ക് വേണ്ടിയെല്ലാം കണ്ണും ചിമ്മി ഒപ്പുവെക്കുന്ന സമയമായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട്. ആ സമയത്താണ് ഈ വലിയ രൂപത്തിലുള്ള അറ്റാക്ക് തൂഫാൻ 2 എന്ന് പറയുന്ന ലെവലിലേക്ക് അവിടുത്തെ ഹമാസുകൾ വന്നത്. ഹമാസ് അവിടെ അതുവരെ കാത്തിരുന്നത് അറബികൾ നമുക്ക് സപ്പോർട്ട് കിട്ടും, അറബികളുടെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് നൽകുമെന്നതൊക്കെയായിരുന്നു. പക്ഷേ ഹമാസ് മനസ്സിലാക്കിയതിൻ്റെ വിപരീതം അവിടെ സംഭവിച്ചു. അബ്രഹാം ഇടനാഴി എന്ന് പറയുന്നതിൽ ഒപ്പുവെക്കാൻ പാകത്തിലേക്ക് ചർച്ചകളൊക്കെ എത്തിയപ്പോഴാണ് ഗത്യന്തരമില്ലാതെ ഇനി നമ്മളോട് ആരും നോക്കാനില്ല, നമ്മളാരും അന്വേഷിക്കാനില്ല, നമുക്ക് നാമേ ഉള്ളൂ എന്നുള്ള നിലക്ക് ഒക്ടോബർ 2023 ഒക്ടോബർ 7 ഇവിടെ നടക്കുന്നത്. പക്ഷേ അതിനൊക്കെ അലയൊലികളായിട്ട് അറേബ്യൻ സമൂഹം വലിയ ഒരു ഉൾപ്രേരണ നടത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ അപക്വമായിട്ടുള്ള നടപടികൾ കൊണ്ട്. ഇപ്പോൾ അത് വീണ്ടും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് അറബികൾ ട്രാപ്പിലായിരിക്കുകയാണ്. അന്നത്തെ ഇടനാഴിക്ക് വേണ്ടി ശ്രമിച്ചു. ഇടനാഴിയിലേക്ക് എത്താനുള്ള എല്ലാ ശ്രമങ്ങളും വിജയകരമായി വരുന്നതിനിടെയാണ് വലിയ രൂപത്തിൽ യുദ്ധം, പിന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ അത് വീണ്ടും മറ്റൊരർത്ഥത്തിൽ വരികയാണ്. നിങ്ങളുടെ എണ്ണപ്പാടങ്ങളൊക്കെ തൽക്കാലം നമുക്ക് തരണം, അഥവാ നിങ്ങൾ തന്നെ നോക്കി നടത്തുന്നു, പക്ഷേ അതിൻ്റെ എണ്ണ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളും. ആവശ്യത്തിന് നമുക്ക് എണ്ണ വേണം. ആ എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉപരോധം കടുപ്പമാക്കണം, അത് ഒന്നുകൂടി കഠിനമാക്കണം എന്ന വാർത്തയും കൂടിയാണ് വരുന്നത്. ഈ ഒരു കാര്യത്തിൽ അറബികൾ നിൽക്കുമോ ഇല്ലയോ
എൻ്റെ ധാരണ വെച്ചിട്ട് അത് നിൽക്കുമെന്ന തോന്നലാണുള്ളത്. നിയോം സിറ്റി ബില്യൺ കണക്കിന് എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ടെക്നോളജികളൊക്കെ കൊടുക്കാമെന്ന് ഏറ്റത് പാശ്ചാത്യരാണ്. അവിടെ നിന്നെങ്ങാനും ഇവർ പിന്നാക്കം പോയാൽ ഇവരുടെ ബില്യൺ കണക്കിനുള്ള എമൗണ്ട്സുകൾ ശൂന്യമായി പോകും, വൃഥാവിലായി പോകും. അതുകൊണ്ട് അവർക്കത് പേടിയുണ്ടാവും. ഈ സൗദിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. പിന്നെ ദുബൈയെ കാഴ്ചപ്പാടിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദുബൈക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവരെ ചൊടിപ്പിക്കാൻ ഏറെക്കുറെ നിൽക്കാൻ സാധ്യതയില്ല. പക്ഷേ ഓരോരുത്തർ എണ്ണ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ദുബൈ അല്ല, സൗദിയാണ് ഇപ്പം ശരിക്കും ട്രാപ്പിലാകാൻ പോകുന്നത്. എല്ലാ മേഖലയും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ നമ്മളൊക്കെ കരുതി അവിടെ വല്ലാതെ അങ്ങോട്ട് നന്നായിപ്പോയി. അവിടെ അടിയൊഴുക്കുകൾ നടക്കുന്നത് ഇതൊക്കെ ആരുടെ ചവിട്ടിൽ ഊതിയിട്ടാണെന്ന് ചോദിച്ചാൽ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ചവിട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങളെല്ലാ പിന്തുണയും ഞങ്ങൾക്ക് തരണം. അഥവാ സൗദി അങ്ങോട്ട് പോയി പറയുന്ന രംഗങ്ങളൊക്കെ പലപ്പോഴും വാർത്തയായതാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ അമ്മയുടെ കൂടെ കിടക്കുകയും വേണം, അച്ഛൻ്റെ കൂടെ പോവുകയും വേണം എന്നുള്ളിടത്തുള്ളത്. എന്ന് പറഞ്ഞാൽ ഇറാനെ ചൊടിപ്പിക്കാനും പാടില്ല, ഇസ്രായേലിനോടും അതേപോലെ തന്നെ അമേരിക്കയോടും നമ്മൾ അനുനയത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യണം. അതിനിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോഴിതാ എണ്ണപ്പാടങ്ങളെയും ചോദിച്ചിരിക്കുന്നു. കിട്ടേണ്ടത് നന്നായി കിട്ടുമ്പോഴാണ് കാര്യങ്ങളൊക്കെ വ്യക്തത വരുള്ളൂ എന്ന് പറയുന്നത് പോലെ സുഖലോലുപതയിൽ കഴിയുന്ന ഈ വിഭാഗം ഗസയിലുള്ള പട്ടിണിപ്പാവങ്ങളെക്കുറിച്ച് ഒരു ഓർമ്മയില്ലാതെ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെറുതെ കളയുമ്പോൾ അവർക്കൊരു വേള ചിന്തിക്കാമായിരുന്നു ഇവർ നമ്മളെയും തേടി വരുമെന്നുള്ളത്. അതിൻ്റെ സൂചനയായിട്ട് ലോകാവസാനത്തിൻ്റെ അലയൊലികൾ വരുന്നു എന്നതിലേക്ക് കാര്യങ്ങളെത്തുന്നു. അവിടത്തേക്കായിരിക്കാം ഇതെല്ലാം കൂടി മന്ദീഭവിച്ച് വരുന്നത്. എന്താണെങ്കിലും അറബികൾ കീഴ്പ്പെട്ടേ പറ്റുള്ളൂ, കീഴ്പ്പെടേണ്ടി വരും. കാരണം അങ്ങനെയാണ് അവരുടെ തമ്മിലുള്ള കോൺട്രാക്റ്റുകൾ. ഒരു പാലം വലിച്ചു കഴിഞ്ഞാൽ അറബികളുടെ പെടുന്നനെ താഴേക്ക് പോകും. താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക പറയുന്നത് പോലെ കേൾക്കണം. അപ്പോൾ താഴെ പോകാണ്ട് തന്നെ അവരെ കൂടെ നിൽക്കലായിരിക്കും ഗുണകരമെന്ന് മനസ്സിലാക്കാനുള്ള സാധ്യതയാണ് ഈ സൗദി ഉൾപ്പെടെയുള്ള രാജ്യത്തിന് അഭികാമ്യമെന്ന് ചെറിയ ബുദ്ധിയിൽ അവർ ആലോചിക്കുകയും അങ്ങനെ അവർക്ക് വേണ്ടി തലവെച്ച് കൊടുക്കുകയും ചെയ്യും. കാരണം ചെയ്ത് കഴിഞ്ഞു എന്ന് തത്വത്തിൽ പറയാൻ പറ്റും. കാരണം നിയോം സിറ്റിയുടെയൊക്കെ ബ്ലാക്ക് ബ്രെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പാശ്ചാത്യരാണ്. അതാണ് അറബികൾക്ക് കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തത്. അവരത് വലിയ രൂപത്തിൽ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈകാര്യം ചെയ്തതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്കറിയാം, അറബികൾ ചിന്താശേഷി കുറഞ്ഞവരാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ പേടി കൂടുതലാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അങ്ങനെയാകുമ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സൗദി അടിമയാകുമോ അല്ല ഉടമയാകുമോ, മീൻസ് ഭൗതിക തലത്തിൽ ഒരു ഉടമയായി മാറുമോ എന്നുള്ളത് ഈ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. എങ്ങാനും അടിമയാകുകയാണെങ്കിൽ ഗോളടിച്ചു അമേരിക്കയ്ക്കും ഇസ്രായേലിനും അടിമയായി കഴിഞ്ഞാൽ, കാരണം അവിടെ വന്നിട്ട് അവരുടേതായ രൂപത്തിലെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴുള്ള പ്രശ്നം ഈ സലഫി രാജ്യത്തിന് അത്ര കണ്ടിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഓരോ ഘട്ടങ്ങൾ കടന്നു പോകുമ്പം വലിയ പ്രതിസന്ധി ഗൾഫ് കൺട്രീസിനും ഇവരിങ്ങനെ ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അലയൊലികൾ ഒരു സുനാമി പോലെ പൊട്ടി തെറിച്ചിങ്ങോട്ട് വരുമ്പോഴേ അറിയുള്ളൂ അറേബ്യൻ രാജ്യങ്ങളും തകരുകയാണെന്ന്. നമുക്ക് കാത്തിരിക്കാം എണ്ണപ്പാടങ്ങൾ അവർക്ക് കൊടുക്കുമോ, താൽക്കാലികമായിട്ടാണെങ്കിലും എന്നാൽ ജോയിൻറ്റ് വെഞ്ചർ എന്നുള്ള ലെവലിലേക്ക് ഇവരത് കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ. അത് കൊടുത്താൽ അതോടുകൂടെ അവരും കഴിഞ്ഞു, ഇറാനും കഴിയുമോ എന്നുള്ളതറിയില്ല. എന്താണെങ്കിലും ഇറാൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോപ്പ് കൂട്ടൽ, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊക്കെ ഒരു പഴമൊഴി ഉണ്ടല്ലോ, ആ ലെവലിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏറിയ കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തുമ്പം വീഡിയോ ചെയ്യാം. എന്താണെങ്കിലും ഉടനെ ഒരു അപകടത്തിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ ചെലുത്താൻ അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുണ്ട്.